വളരെയധികം സന്തോഷമാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ നോമ്പാണ്. നോമ്പുകളെ കഴിഞ്ഞാൽ പിന്നെ പെരുന്നാൾ കുട്ടികൾ വന്ന് മൈലാഞ്ചൊക്കെ ഇട്ട് തരും. ഇതാണ് ഇവിടുത്തെ രാജേട്ടൻ. ഈ രാജേട്ടൻ ഒരുപാട് കാര്യങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മളെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജേട്ടൻ മാത്രമല്ല, ഇവിടെ ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഉണ്ടായിരുന്നു. നമ്മളെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി അവരെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിപ്പം വന്നിട്ടുള്ളത് നരിക്കൂനിയിലെ അത്താണിയിലാണ്. ഒരു അത്താണി പോലും സഹായത്തിനില്ലാത്ത ഒരുപാട് അമ്മമാരെയും അച്ഛന്മാരെയും ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഒരുപാട് കണ്ണ് നിറയിക്കുന്ന കഥകളും കാഴ്ചകളും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണല്ലേ എന്ന് ആലോചിച്ച് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു ഇവരെ സംരക്ഷിക്കാനും കരുതാനും ഇവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാനും അത്താണിയെ പോലെയുള്ള ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കരധികം സന്തോഷം തോന്നി. എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഇവിടെ ഇവരെ കാണാനും അതുപോലെ ചെറിയൊരു നോമ്പ് തുറ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോമ്പ് തുറയിൽ പങ്കെടുക്കാനുമായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് ഇവർക്ക് എന്നെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ചെയ്യാനും അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് മനസ്സുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ചെയ്യാനും ഒരു സാഹചര്യം ഒരുക്കുക എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വരുന്ന ഏപ്രിൽ 22-ന് ഇവർക്ക് വേണ്ടി അത്താണിക്ക് വേണ്ടി ഒരു ബിരിയാണി ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട്. അതിലെല്ലാവരും സഹകരണവും പിന്തുണയും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അത് മാത്രമല്ല, ഇവരുടെ ബാങ്ക് ഡീറ്റെയിൽസും QR കോഡും ഞാൻ ഈ വീഡിയോടൊപ്പം കൊടുക്കാം.